ഹലോ, നമസ്കാരം. നല്ലൊരു നാടൻ വിഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇടിച്ചക്ക തോരൻ അഥവാ ഇടിച്ചക്ക പൊടിത്തൂവൽ. അപ്പൊ ഇപ്പോൾ ചക്കയുടെ ഒക്കെ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും ചക്ക വളരെ സുലഭമായി കിട്ടും. അപ്പൊ ഇന്ന് ഒരു ചക്ക ഇവിടെ കിട്ടിയിരുന്നു, അതുകൊണ്ട് ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാ നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു മീഡിയം സൈസിലുള്ള ചക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് തോല് ചെത്തിയെടുക്കാം. അതാണ് കൂടുതൽ എളുപ്പം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന്റെ തോലൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി ഈ ഓരോ പീസും നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരറ്റത്തു നിന്ന് തോലിങ്ങനെ ചെത്തിയെടുക്കാം. പിന്നെ ഇതിന്റെ നടുവിലുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന്റെ മൂഞ്ഞാന്നൊക്കെ പറയാം. അപ്പൊ ഇതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇത് ഇടുകയാണെങ്കിൽ കറി ഒരു കയ്പ്പ് ഉണ്ടാവും. ഇതും കൂടെ കളഞ്ഞിട്ട് വേണം ഇത് മുറിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇതിന് നല്ലപോലെ പശ ഉണ്ടാവും. ഇതുപോലെ എല്ലാ ചക്കയും നമുക്ക് നന്നാക്കി എടുക്കാം. ഇപ്പൊ ഇതിന്റെ സെന്റർ പാർട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കളയാം. ബാക്കി ഈ സൈഡിലുള്ളത് മാത്രം എടുത്താൽ മതി. ഈ പീസാണ് നമ്മൾ കളയേണ്ടത്. അങ്ങനെ എല്ലാ ചക്കയും മുറിച്ചത് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലോ പാത്രത്തിലോ എങ്ങനെയാലും കുഴപ്പമില്ല. പാകത്തിന് വെള്ളവും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പാത്രത്തിലാണെങ്കിൽ വേവാൻ കുറച്ച് ടൈം എടുക്കും. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 3 വിസിൽ ഇടുമ്പോഴേക്കും തന്നെ ചക്ക അതുപോലെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് നമുക്ക് ചതയ്ക്കാം. ഇത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ഒരു ഇതാണല്ലോ, അതുകൊണ്ട് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് പൊട്ടിക്കാം. വറ്റൽമുളക്, കറിവേപ്പില ചേർക്കാം. കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പൊ ചെറുതീയിൽ ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 4 ചെറിയുള്ളിയും ഒരു പച്ചമുളകും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇപ്പൊ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം കൂടെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ
വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇടിച്ചക്ക തോരനാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ചക്ക കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഒരു 2 മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ ചക്ക നന്നായിട്ട് വെന്ത് തേങ്ങയൊക്കെ അതിൽ നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. താങ്ക് യു.